ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ അടുക്കളത്തോട്ടം തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ക്യാബേജ് അതുപോലെ കോളിഫ്ലവറൊക്കെ നട്ടിട്ട് 2-3 മാസമായിട്ടും ഇതുമ്മ പൂക്കുന്നതോ അല്ലെങ്കിൽ കായ്ക്കുന്നതോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെയിലിൻ്റെ കുറവ് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിതിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മുടെ കോളിഫ്ലവറൊക്കെ നിൽക്കുന്നത് ഇത്രയും വലിപ്പമായിട്ടോ. ക്യാബേജ് ആണെങ്കിലും ഇതുപോലെയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഇതുവരെ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ അതേ നോക്കി നമ്മുടെ ഒരു കോളിഫ്ലവറിന് ചെറുതായിട്ട് പൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തക്കാളി ഇതുപോലെ പൂക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കിയാൽ കാഫലം കുറവാണ്. 1-2 ഒക്കെ ഇതുപോലെ ഉണ്ടായിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ വെണ്ടക്കായ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് കറുത്ത് കൂടി നിറച്ച് കായായി തുടങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ മൂത്ത് കിടക്കാം കേട്ടോ. മൂത്തെന്ന് വെച്ചാൽ അത് കറിക്ക് പരുവമായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് മൂത്ത് പിന്നെ നമ്മൾ കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ മറ്റൊരു നല്ല വെയിലേറുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അവിടെ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം ഈ ചട്ടിയെപ്പാടി അല്ലെങ്കിൽ ഗ്രോ ബാഗേപ്പാടി തന്നെ ഞാനിതിങ്ങനെ തന്നെ കൊണ്ടുവന്ന് അവിടെ സ്ഥലം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലേറുള്ള സ്ഥലമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല വെയിലാണ്. അപ്പോൾ സ്ഥലം മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെയാണോ നമ്മുടെ ഇതൊക്കെ പൂക്കാൻ വൈകുന്നതെന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാനം മാറ്റിയേക്കണത്. ഇനി നമുക്ക് ഇതിനൊരു വളം ചെയ്ത് കൊടുക്കാം. വേറൊന്നുമല്ല, ചാണകപ്പൊടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് നമ്മുടെ പയറിൻ്റെ കടക്കയിലേക്കാണ് കേട്ടോ ചാണകം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ പയർ ഇതുപോലെ കറുത്ത് പൊടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി തൈകൾക്കും നമുക്ക് ഈ ചാണകം ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിനും ക്യാബേജിനും വഴുതനയ്ക്കും എല്ലാം ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പച്ചക്കറി തൈകളും ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടില്ല കേട്ടോ. കാരണം മറ്റേ തക്കാളിയൊക്കെ അതുപോലെ ഇങ്ങോട്ട് കൊത്തിക്കൊണ്ട് വന്ന് ഒടിഞ്ഞു പോകുമെന്നൊക്കെ പേടിച്ചിട്ട് തക്കാളി തൈകളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അതൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ചെടികൾ വെച്ചിരുന്ന സ്ഥലമാണ്. ചട്ടികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ ഇവിടേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബൊഗൈൻവില്ലയൊക്കെ ഒന്ന് കട്ട കുത്തിയോളം നിൽക്കുകയാണ്. ചട്ടികളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് എൻ്റെ ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ഞാനിപ്പോൾ ഈ കോളിഫ്ലവർ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.